Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി സബ്ജക്റ്റ് ആണ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ഏതൊക്കെയാണ് എസ് എ ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, വരാൻ പോകുന്ന തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അസൈൻമെൻറ്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സിലബസ് ഒന്ന് കാണാം, അതിനുശേഷം ചാപ്റ്റർ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ 4 ബ്ലോക്കുകളായിട്ട് ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ബ്ലോക്കുകളിൽ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ എൻവയോൺമെൻറ്റ് അനാലിസിസ് ആണ്, 5 യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേക്ക് പോകുമ്പോൾ 2 യൂണിറ്റുകളാണ്, ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് കേപ്പബിലിറ്റീസ്. ദെൻ ബ്ലോക്ക് നമ്പർ 3 കിടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് 2 യൂണിറ്റുകളാണ്. ബ്ലോക്ക് നമ്പർ 4 കിടക്കുമ്പോൾ അവിടെ 3 യൂണിറ്റുകളാണ്. ഓരോ ബ്ലോക്കിൽ നിന്നും ഒരു എസ് ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് 2 എസ് കിട്ടാൻ നമ്മൾ മിനിമം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 1 5 യൂണിറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യമാണ്. 2 യൂണിറ്റുകളുള്ള 2 ബ്ലോക്കുകളുണ്ട്, ബ്ലോക്ക് നമ്പർ 2ഉം 3ഉം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു എസ് നമ്മൾ പറയുന്ന മിക്കതിൽ നിന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ബ്ലോക്കുകളിലത്തെ എസ് എ ക്വസ്റ്റ്യൻസിലോട്ട് ആദ്യം ഫോക്കസ് ചെയ്യുക, അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസിലോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ പഠിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ എക്സാമിനെ നോക്കുന്ന സമയത്ത് നമ്മൾ 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ കൂടുതൽ വരുന്ന ബ്ലോക്ക് നമ്പർ 1 നിന്നും, പിന്നെ ഈ ബ്ലോക്ക് നമ്പർ 2ന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, 1-2 ടോപ്പിക്കിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ അതിൽ നിന്ന് എസ് എ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ചെറിയ ബ്ലോക്കുകളായിട്ടുള്ള 2ഉം 3ഉം ആദ്യം ഫിനിഷ് ചെയ്ത് 4ഉം കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന 5-ലത്തെ 5 മാർക്സിൻ്റെ ഏരിയസിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഓർഡറിൽ പഠിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടല്ല ഞാൻ പറഞ്ഞു, എസ് എ ഏരിയാസ് അതിനെ കംഫർട്ടബിൾ ആക്കാൻ ബെസ്റ്റ് ചെറിയ യൂണിറ്റുകൾ ആദ്യം ഫിനിഷ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ 5 യൂണിറ്റുകളാണ് എൻവയോൺമെൻറ്റ് അനാലിസിസിൽ. ബിസിനസ് പോളിസി, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്, എ മോഡൽ ഓഫ് സ്ട്രാറ്റജി ആൻഡ് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് എലമെൻറ്റ്സ്, സ്ട്രാറ്റജി അനാലിസിസ്. 5 യൂണിറ്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ ഒരൊറ്റ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് എസ് എ ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻസ് ഫസ്റ്റ് യൂണിറ്റിൽ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം ബിസിനസ് പോളിസീനെ പറ്റിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ എന്താണ് ബിസിനസ് പോളിസി എന്നുള്ളത് നോക്കണം. 2 മാർക്സിൻ്റെനൊക്കെ നമുക്ക് ബിസിനസ് പോളിസി എന്താണെന്നുള്ളത് അറിയണം. അതിനുശേഷം ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ടൈപ്സ് ഓഫ് ബിസിനസ് പോളിസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്, എസ് എ ആയിട്ടടക്കം നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ടോപ്പിക്ക്. ബിസിനസ് പോളിസി എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ളത് നിർബന്ധമായും പഠിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ബിസിനസ് പോളിസിയുടെ ഈ ബേസിക്സ് നിർബന്ധമായും നോക്കുക. ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ടൈപ്സ്. എസ് എക്ക് അടക്കം നമുക്ക് സ്കോപ്പുള്ള ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് ബിസിനസ് പോളിസി. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ ബ്ലോക്കിൽ നിന്ന് ഫസ്റ്റ് യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു എസ് എ ടോപ്പിക്കിന് സ്കോപ്പുള്ളതാണ് ടൈപ്സ് ഓഫ് ബിസിനസ് പോളിസി എന്ന് പറയുന്നത്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ബിസിനസ് പോളിസി എന്ന് പറയുന്നത് നമുക്കൊരു 5 മാർക്കിൻ്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കാം. 5 മാർക്സിൻ്റെയിലേക്ക് ദ ലാസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ എസ് എക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന
ടോപ്പിക്കാണ് ആദ്യം പറഞ്ഞത്. ബിസിനസ് പോളിസി, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് എസ്സേക്കുള്ളത്. 5 മാർക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ബിസിനസ് പോളിസി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2 ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ 5 മാർക്സിൻ്റെ സ്കോപ്പുള്ളൊരു ചോദ്യമാണ് ആദ്യം കാണാൻ പറ്റുക. ടാസ്ക്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നിർബന്ധമായും പഠിക്കണം, സ്കിപ്പ് ചെയ്യരുത്. 5 മാർക്കിൻ്റെയിലേക്കാണ് ഞാൻ മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ടാസ്ക്. ഓക്കെ, പിന്നെ ഷേപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. ഫാക്ടേഴ്സ് ഷേപ്പിംഗ് സ്ട്രാറ്റജി. ഓക്കെ, 2 മാർക്കിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ആ രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ നമ്മളിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മിഷനെ പറ്റിയിട്ടുള്ളതാണ്. എന്താണ് മിഷൻ? മിഷനും ഉണ്ട്. അതിൽ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു മിഷൻ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. കോമ്പോണൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മിഷൻ ആൻഡ് വിഷൻ 2 മാർക്കിൻ്റെയിലും പ്രതീക്ഷിക്കും. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടുള്ളതാണ്. 5 മാർക്കിൻ്റെയിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഗോൾസും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ഡിഫറൻസ്. 4-5 പോയിൻറ്റ്സ് ആൻഡ് 5 മാർക്കിനെ പ്രതീക്ഷിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ സ്ട്രാറ്റജിക് ഇൻ്റൻറ്റ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെയിലേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെയിലേക്ക് ആദ്യം പറഞ്ഞ ടാസ്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് നോക്കുക, മിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. സ്ട്രാറ്റജിക് ഇൻ്റൻറ്റ് എന്താണെന്നുള്ളത് 2 മാർക്സും. ഓക്കെ, മൂവിങ് ടു യൂണിറ്റ് നമ്പർ 3, എ മോഡൽ ഓഫ് സ്ട്രാറ്റജി ആൻഡ് എലമെൻറ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ എസ്സേക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക് ഉള്ളത് മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, മെയിനായിട്ട് അതാണ്. വേണമെങ്കിൽ 5 മാർക്കിൻ്റെയിലേക്ക് 2 മാർക്കിൻ്റെയിലേക്കൊക്കെ ഈ പറയുന്നതിന് ഇമ്പോർട്ടൻസോ ക്യാരക്ടറിസ്റ്റിക്സോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം 2 and 5ലേക്ക് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻസ് നോക്കി വെച്ചോളൂ, 5 പോയിൻറ്റ്സ് ഉള്ളതാണ്. ഞാൻ അതിനേക്കാൾ കൂടുതൽ മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്ന എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എസ്സേ സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റ്. ചെറിയ യൂണിറ്റാണ്. ലാസ്റ്റ് ഈ ഒരു കാര്യം പൊസിഷനിങ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതൊരു 5 മാർക്സിൻ്റെ സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ്. അത് പഠിച്ചോളൂ 5 മാർക്കിൻ്റെയിലേക്ക് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു കാര്യം. ദെൻ സ്ട്രാറ്റജിക് ചോയ്സ്, അതിൻ്റെ ഫാക്ടേഴ്സ്, പ്രോസസ്സ് 5 മാർക്സ് ചോദ്യമാണ്, സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. സ്ട്രാറ്റജിക് ചോയ്സിൻ്റെ പ്രോസസ്സ് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ സ്ട്രാറ്റജിക് ചോയ്സ് എന്താണെന്നുള്ളത് 2 മാർക്സിൻ്റെയിലേക്കായിരിക്കും നമുക്ക് വരാം. അതല്ലെങ്കിൽ സ്ട്രാറ്റജിക് ചോയ്സിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെയിലേക്കും പ്രതീക്ഷിക്കാം. എന്തായാലും സ്ട്രാറ്റജിക് ചോയ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കൺസെപ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഒരു ചാപ്റ്റർ. അപ്പോൾ ഒരു എസ്സേക്ക് സ്കോപ്പുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ മോഡൽസ് ആണ് ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് ചോയ്സ് ഉണ്ട്. പിന്നെ അതിന് മുകളിൽ കാണുന്ന നേരത്തെ പറഞ്ഞ പൊസിഷനിങ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതും നോക്കി വയ്ക്കുക. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 4, ഡെമോഗ്രാഫിക് എലമെൻറ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. സോ ഇതിൽ പ്രതീക്ഷിക്കുന്നത് ഡെമോഗ്രാഫിക് എലമെൻറ്റ്സിൻ്റെ ചോദ്യം തന്നെ 5 മാർക്കിന് എന്തൊക്കെയാണ് ഡെമോഗ്രാഫിക് എലമെൻറ്റ്സ് എന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈസിയാണ് ഡെമോഗ്രാഫിക് എലമെൻറ്റ്സിൻ്റെ കൺസെപ്റ്റ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളല്ലേ. ഡിമോ മീൻസ് പീപ്പിൾ, ഗ്രാഫൈൻ മീൻസ് സ്റ്റഡിങ് അബൌട്ട് പീപ്പിൾ ആണ് ഡെമോഗ്രാഫിക്. അപ്പോൾ അത് നോക്കി വയ്ക്കുക കേട്ടോ. അത് മാത്രമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാനുള്ള ഡെമോഗ്രാഫിക്കിൻ്റെ എലമെൻറ്റ്സ് നോക്കാം. ആൻഡ് യൂണിറ്റ് നമ്പർ 5 ഇൻഡസ്ട്രി അനാലിസിസ് ആണ് നെക്സ്റ്റ്
നമുക്കിതിൽ വരുന്നത്. സോ ഇൻഡസ്ട്രി അനാലിസിസിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മെയിനായിട്ട്. അതിൽ എസ്പെഷ്യലി സോട്ട് അനാലിസിസ്, ETOP, അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 5 മാർക്സിൻ്റെ ആണ്. എൻവയോൺമെൻറ്റൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈൽ, ETOP എന്താണെന്ന് നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ സോട്ട് അനാലിസിസും. സോട്ട് അനാലിസിസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടും പ്രതീക്ഷിക്കുന്ന ടോപ്പിക്സാണ്. സോട്ടും വരാം, ETOPയും വരാം. പിന്നെ ഒരു മെട്രിക്സും ഇത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കണം. സോട്ട് അനാലിസിസോ അതല്ലെങ്കിൽ ETOPയോ. പിന്നെ ടോസ് മെട്രിക്സ് ഉണ്ട്. ഇതിൽ 3 ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. അപ്പോൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് സോട്ടോ അല്ലെങ്കിൽ ETOP ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോട്ട് അനാലിസിസ്, അതുപോലെ തന്നെ ETOP, ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണാവാം. മറ്റേ മെട്രിക്സും ടോസ് മെട്രിക്സും നോക്കി വയ്ക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 1 ഇല്ലേ, 5 യൂണിറ്റിൽ. അപ്പോൾ 5 യൂണിറ്റിൽ ഞാൻ ഒരു 2 യൂണിറ്റിൽ നിന്നാണ് essay കൂടുതൽ എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2, ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് കേപ്പബിലിറ്റീസ്. 2 യൂണിറ്റുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് essay പ്രതീക്ഷിക്കാം. അപ്പോൾ റിസോഴ്സസ് ആൻഡ് കേപ്പബിലിറ്റീസ് ആണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ പ്രതീക്ഷിക്കുന്ന 5 മാർക്കിൻ്റെയിലുള്ള ചോദ്യത്തിലോട്ടാണ് ആദ്യം കിടക്കുന്നത്. ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണെന്നുള്ള ചോദ്യം, അതിൻ്റെ ടൈപ്സ് 5 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ് നിർബന്ധമായും പഠിക്കാം. 5 മാർക്കിൻ്റെയിലേക്കാണ് ഞാൻ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ചോദ്യം കേട്ടോ. ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് കേട്ടോ. ദെൻ അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിസിനസ് കേപ്പബിലിറ്റീസിനെ പറ്റിയിട്ടാണ്. പക്ഷേ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. പിന്നെ ഇതിൽ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കുറവാണ്. ആദ്യം പറഞ്ഞ ഓർഗനൈസേഷൻ റിസോഴ്സസ് സ്ട്രാറ്റജിക് ഫിറ്റ് എന്താണെന്ന് നോക്കാം. അത് തന്നെയാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് നമ്പർ 2. ദെൻ യൂണിറ്റ് നമ്പർ 2 ബ്ലോക്ക് നമ്പർ 2 നമുക്ക് നെക്സ്റ്റ് കിടക്കണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കുള്ള കാര്യങ്ങളുണ്ട്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ പ്രതീക്ഷിക്കുന്നത് മെയിനായിട്ട് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നതാണ് 2 മാർക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലായി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും. അതല്ലാണ്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ ഈ ബ്ലോക്ക് നമ്പർ 2 ഓർഗനൈസേഷണൽ റിസോഴ്സസിനെ പറ്റിയുള്ള ചോദ്യം നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. പിന്നെ ഈ പറയുന്ന ബിസിനസ് കേപ്പബിലിറ്റീസ് എത്രത്തോളം ചോദിക്കുന്നുള്ളത് നമുക്ക് വന്നാലാണ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, റിസോഴ്സസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിൻ്റെ പറ്റിയുള്ള മൊത്തം എക്സ്പ്ലനേഷൻ ടൈപ്സ് അടക്കമുള്ളത് നോക്കി വയ്ക്കണം കേട്ടോ. ഇനി essayക്ക് അടക്കം ചിലപ്പോൾ ചോദിക്കാം. ബിസിനസ് കേപ്പബിലിറ്റീസിനെ പറ്റിയുള്ളതിനേക്കാളും ഉപരി അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് കഴിഞ്ഞു. അത് ബ്ലോക്ക് നമ്പർ 2 ആണ് ഇപ്പോൾ ഫിനിഷ് ചെയ്ത്. ഗ്രോത്തിൽ നിന്ന് ചിലപ്പോൾ 2 മാർക്സിന് ഉള്ള സ്കോപ്പാണ് ഞാൻ ഇപ്രാവശ്യം കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇനി ബ്ലോക്ക് നമ്പർ 3 ആണ്. സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നെക്സ്റ്റ്, അപ്പോൾ ഇതിൽ സ്ട്രാറ്റജി ഫോർമുലേഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം നോക്കിയാൽ കാണാൻ സാധിക്കുക. അപ്പോൾ എന്താണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്നുള്ളത് നിർബന്ധമായും നോക്കാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്താണ്. ദെൻ അതിനുശേഷം താഴെ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ഉണ്ട്, മോഡൽസ് ഉണ്ട്. അപ്പോൾ essayക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ മോഡ്സ് ഓഫ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ. നിർബന്ധമായും പഠിക്കുക. ഞാൻ essayക്ക് പ്രതീക്ഷിക്കുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ,
ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ട്രാറ്റജിക് ഫോർമുലേഷന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എസ് എക്ക്. പിന്നെ അതുപോലെ തന്നെ എസ് എക്ക് സ്കോപ്പുള്ളൊരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എക്ക് ഇതിൽ ചിലപ്പോൾ അത് നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി ഫോർമുലേഷനെ പറ്റിയുള്ള ചോദ്യം 5 മാർക്കിൻ്റെയിലേക്കും ഇത് നമുക്ക് എസ് എക്കും മാറി മാറി ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് നിർബന്ധമായും കൊടുത്തിരിക്കണം. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ്, ടൈപ്സ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് എസ് എക്ക് ചോദിക്കാം. അപ്പോൾ ഇതൊരു എസ് എ ടോപ്പിക്കാണ്. നെക്സ്റ്റ് കേട്ടോ, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി, ബിസിനസ്, ഫങ്ഷണൽ, ഓപ്പറേഷണൽ. അപ്പോൾ ഇത് എസ് സിക്ക് ടൈപ്സ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഫോർമുലേഷനെ പറ്റിയുള്ള ചോദ്യമോ നമ്മൾ എസ് സിക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓക്കെ, എസ് എ ടോപ്പിക്കാണ്. കണ്ടോ, അല്ല ഗ്രോത്ത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലത്തെ പല കാര്യങ്ങളും സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൽ ഗ്രോത്ത് സ്ട്രാറ്റജി ഉണ്ട്, റിട്രിച്ച്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി സെപ്പറേറ്റ് എടുത്ത്, ഇപ്പോൾ ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണെന്നുള്ള ചോദ്യം സെപ്പറേറ്റ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് 5 മാർക്കിന് നമുക്ക് കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ള കാണാം. ബിസിനസ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അങ്ങനെയും ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ 2 ടോപ്പിക്കുകളാണ്. ഒരെണ്ണം എസ് ഐ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ടൈപ്സ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ സ്ട്രാറ്റജി ഫോർമുലേഷൻ്റെ പ്രിൻസിപ്പിൾസ്, മോഡൽസ്, അതും നല്ല രീതിയിൽ നോക്കാം. അപ്പോൾ എസ് സിക്ക് സ്കോപ്പുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂണിറ്റ് നമ്പർ 1-ത്തെ ബ്ലോക്ക് നമ്പർ 3-ത്തെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ബിസിനസ് ലെവൽ ആൻഡ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസ് ആണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൽ താഴെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാ, ഇപ്പോൾ ഇവിടെ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് അറ്റ് കോർപ്പറേറ്റ് ലെവൽ, അതിൽ ഗ്രാൻഡ് സ്ട്രാറ്റജീസ് ഉണ്ട്, അതിന് ഇമ്പോർട്ടൻസ്. ഗ്രാൻഡ് സ്ട്രാറ്റജിന് ശേഷം ജനറിക് സ്ട്രാറ്റജീസ് ഉണ്ട്. പിന്നെ ജനറിക് സ്ട്രാറ്റജീസ് ഇതിനായിട്ട് മുമ്പത്തേൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒഫെൻസീവ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജനറിക് സ്ട്രാറ്റജി നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചോദ്യമാണ്. പിന്നെ ഗ്രോത്ത് സ്ട്രാറ്റജി ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു സ്ട്രാറ്റജി നമുക്ക് എടുത്തിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിർബന്ധമായും ആ ഒരു ഏരിയാസ് നോക്കി വയ്ക്കുക. ഗ്രോത്ത് സ്ട്രാറ്റജി ഒക്കെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ 5 മാർക്കിന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് സ്ട്രാറ്റജിക് അലയൻസ്. നിർബന്ധമായും പഠിക്കുക. എന്താണ് സ്ട്രാറ്റജിക് അലയൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, 5 മാർക്കിൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് നിർബന്ധമായും പഠിക്കുക. ജോയിൻറ്റ് വെഞ്ചേഴ്സ് 2 മാർക്സ്. ഇതിലേതെങ്കിലും ഒരെണ്ണം സെപ്പറേറ്റ് വരും കേട്ടോ. ജോയിൻറ്റ് വെഞ്ചേഴ്സോ സ്ട്രാറ്റജിക് അലയൻസോ ഒക്കെ 5 മാർക്സ് ചോദ്യങ്ങളാണ്. ടൈപ്സ് ഓഫ് കോർപ്പറേഷൻ മെർജേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ അക്വിസിഷൻ, ടേക്ക് ഓവർ, അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് നോക്കി വയ്ക്കണം. 5 മാർക്കിൻ്റെയിലേക്കും 2 മാർക്കിൻ്റെയിലേക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തൊക്കെയാ? സ്ട്രാറ്റജിക് അലയൻസ്, ജോയിൻറ്റ് വെഞ്ചർ, അതുപോലെ തന്നെ കോർപ്പറേഷൻ മെർജേഴ്സ്, അക്വിസിഷൻ, ടേക്ക് ഓവർ, ഇത്ര കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റിനെ പറ്റിയിട്ട് പറയാനുള്ള. ശേഷമുള്ളത് ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ദെൻ ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഇൻ്റഗ്രേഷൻ നോക്കണം. 5 മാർക്കിൻ്റെ സ്കോപ്പ് ഉള്ളതാണ്. എന്താണ് ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ടൈപ്സ് പഠിച്ചു വയ്ക്കുക. ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് 5 മാർക്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് ഉണ്ട്, പ്രൊഡിക്ഷൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷനെ പറ്റിയുള്ളൊരു ചോദ്യം 5 മാർക്കിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഞാൻ മെയിനായിട്ട് 5 മാർക്സ് ചോദ്യങ്ങൾക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ടേമുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ലാസ്റ്റ് പറഞ്ഞ ഈ പോയിൻറ്റ്സിലോട്ടും ഫോക്കസ് പോകുക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയൊരു യൂണിറ്റാണ്. അതിൽ കുറേ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക. ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ്
ബ്ലോക്ക് നമ്പർ 3. ഇനി ബ്ലോക്ക് നമ്പർ 4ലോട്ടാണ് നെക്സ്റ്റ് കിടക്കുന്നത്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, അപ്രോച്ചസ് ടു ബിസിനസ്, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജീസ്. ഇങ്ങനെ 3 യൂണിറ്റുകളായിട്ട് കാണാം. അതിൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഞാൻ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നു. നിർബന്ധമായും പഠിക്കുക. എന്താണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ പ്രോസസ്സ് നിർബന്ധമായും പഠിക്കണം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എസ്സേ ചോദ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ ടോപ്പിക്ക് പഠിക്കാൻ സാധിക്കും. എസ്സേ ടോപ്പിക്കാണ്. ഒരു എസ്സേ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ മിക്കതും വരാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യം. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്, ഇഷ്യൂസ് നോക്കുക. ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷനെ റിലേറ്റ് ചെയ്തുള്ള ഒരു എസ്സേ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ഇതാണ്, അത് തന്നെയാണ്. അപ്പോൾ ബിഗിനിങ്ങിൽ കാണുന്ന സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി പഠിക്കും. അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എസ്സേക്ക് 5 മാർക്സിനൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അപ്രോച്ചസ് ടു ബിസിനസ് ആണ്. അതിൽ പല സ്ട്രാറ്റജീസ് കാണാൻ സാധിക്കും. സോ അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് മിക്കതും എക്സാമിന് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. നിർബന്ധമായി നോക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട്. ഞാനത് ഇപ്രാവശ്യം കൂടുതൽ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്താണ്, അതിനെപ്പറ്റിയുള്ള അതിൻ്റെ കൺസെപ്റ്റ്, അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. റെഡ് ഓഷൻ ബ്ലൂ ഓഷൻ ഡിഫറൻസ് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പേർപ്പിൾ ഓഷൻ, അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇപ്രാവശ്യം ബ്ലൂ ഓഷൻ എന്താണ്, ബ്ലൂ ഓഷൻ സ്ട്രാറ്റജീനെ പറ്റിയുള്ള കൺസെപ്റ്റ്, ബ്ലൂ ഓഷനും റെഡ് ഓഷനും തമ്മിലുള്ള ഡിഫറൻസ്, പേർപ്പിൾ ഓഷൻ സ്ട്രാറ്റജിയുടെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവന് 3 ഡിഫറൻസും ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ നിർബന്ധമായും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ദെൻ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജീസ് ആണ് ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ അതിലെ സ്ട്രാറ്റജി കൺട്രോളിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ എന്താണ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്നുള്ളത് നോക്കി വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് 5 മാർക്കിൻ്റെയിലേക്ക് വേണമെങ്കിൽ വരാം ചിലപ്പോൾ. പിന്നെയുള്ളത് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആണ്. അതിൻ്റെ പ്രോസസ്സ് ഒരു ടോപ്പിക് ഉണ്ട്. ഞാൻ 5 മാർക്കിൻ്റെയിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് 5 മാർക്സോ ഇനി വലിയ മാർക്കിൻ്റെയിലേക്ക് അത് പോകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കൂടുതൽ പ്രതീക്ഷിക്കുന്ന 5 മാർക്കിൻ്റെയിലേക്കാണ്. സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്താണ്, അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ ലാസ്റ്റ് പ്രോസസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇവാലുവേഷൻ എന്തായാലും നോക്കാം കേട്ടോ. 5 മാർക്സിൻ്റെയിലേക്കാണ് ഞാൻ പറഞ്ഞു. വീണ്ടും ഇതിൽ പ്രതീക്ഷിക്കുന്നത് പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അതിനുശേഷം പ്രീ ആൻഡ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബ്ലോക്ക് നമ്പർ 4 എസ്സേ ഞാൻ യൂണിറ്റ് നമ്പർ 1 നിന്ന് കൂടുതൽ എസ്സേ പ്രതീക്ഷിക്കുന്നു ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയുള്ളത്. ഇവിടെ 5 മാർക്ക് ചോദ്യങ്ങളാണ് യൂണിറ്റ് നമ്പർ 2 നിന്ന് പ്രതീക്ഷിക്കുന്നത്. യൂണിറ്റ് നമ്പർ 3 നിന്നാണെങ്കിലും 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇവാലുവേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രീ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. 5 മാർക്കിൻ്റെയിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, പ്രോബ്ലംസ് ഇഷ്യൂസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയണമൊക്കെ നോക്കി വയ്ക്കുക. സോ ദാറ്റ്സ് അബൌട്ട് 4 ബ്ലോക്കുകളെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. അതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. 5 മാർക്ക് എസ്സേക്ക് ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന വീഡിയോയിൽ ഞാൻ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് ഓരോ എസ്സേ ടോപ്പിക്സ് ഇതൊക്കെയാണെന്ന് ഒരു 4-5 സജഷൻസ് 5 മാർക്സ് 2 മാർക്സിൻ്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാത്തുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മൾ 1-2 ദിവസം ലേറ്റായി വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.